വെൽക്കം ടു താടിയുമ്പോട്ടും ടോക്സ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഗായകനും മ്യൂസിക് ഡയറക്ടറുമായ ജാസി ഗിഫ്റ്റിനെ ഒരു കോളേജ് ഫംഗ്ഷന് വിളിച്ചു വരുത്തി സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ കയറി വന്ന് അപമാനിച്ചു. ഏതാണെന്നൊക്കെ പറയാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോലഞ്ചേരിയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന് പറയുന്ന കോളേജ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി അവിടുത്തെ സ്റ്റുഡൻസും മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം നമ്മുടെ ജാസി ഗിഫ്റ്റിനെ പ്രോഗ്രാമിന് വിളിക്കുകയാണ്. അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ജാസി ഗിഫ്റ്റിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കും. അടിച്ച് പൊളിച്ചിരിക്കുന്ന വൈബുള്ള ഒരു പാട്ടുകളായിരിക്കും. അന്നക്കിളി നീ എന്നിൽ വന്നക്കന വേറി വന്നു ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ നിന്റെ മിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേബൽ. ഇത്തരത്തിലുള്ള അട്ടിപ്പൊളി പാട്ടുകളായിരിക്കും പുള്ളിക്കാരൻ്റെ. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഫോർ ദി പീപ്പിളൊക്കെ ഇറങ്ങിയ സമയത്തുള്ള ഓളം ഇപ്പോഴും ആ പാട്ട് വയ്ക്കുമ്പോൾ ഇപ്പോഴും ട്രിപ്പ് പോകുമ്പോഴും സെലിബ്രേഷൻസിനൊക്കെ ഞങ്ങളും വയ്ക്കാറുണ്ട്. അപ്പോൾ അടിച്ചു പൊളിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ആ പുള്ളിക്കാരനെ അത്രയും ഇഷ്ടപ്പെട്ട എല്ലാ കോളേജിലെ സ്റ്റുഡൻസൊക്കെ ചേർന്ന് വിളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ പുള്ളി കോളേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പൾ ഓടിക്കേറി വന്ന് പുള്ളിയുടെ അനുവാദമില്ലാതെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഈ മൈക്ക് അങ്ങ് മേടിച്ച് പിടിച്ച് പുള്ളിക്കാരി പുള്ളിനെ അപമാനിക്കണ തരത്തിൽ പുള്ളിയുടെ കലയെയും ആ കലാകാരനെയും. ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത്. പറഞ്ഞ കാര്യം അവിടുത്തെ പ്രിൻസിപ്പള് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കയറി മൈക്ക് കയ്യിൽ നിന്ന് തട്ടി പറിച്ച് അവര് പരിപാടി നിർത്താൻ ശ്രമിച്ചു. അവർ പറഞ്ഞ റീസണുകളിലൊന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരാവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് പറഞ്ഞത്. ഞങ്ങൾ എന്തൊക്കെ എഡ്യൂക്കേഷനും ഏത് തലപ്പത്തിരിക്കുന്ന പോസ്റ്റാന്ന് പറഞ്ഞിട്ടും തലയിൽ ആളനക്കില്ലാത്തവർ ഇതുപോലെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും. ബുദ്ധിയില്ലേ ബോധമില്ലേ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിന് എന്ത് എഡ്യൂക്കേഷനാണ് ഇവരൊക്കെ നേടിയെന്ന് നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഇത് ഇപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ സ്ഥാനത്ത് യേശുദാസോ അല്ലെങ്കിൽ യേശുദാസിൻ്റെ മകനോ അല്ലെങ്കിൽ MG ശ്രീകുമാറോ അല്ലെങ്കിൽ കൈതപ്പം ദാമോദര നമ്പൂതിരി ഇവരൊക്കെയാണ് പ്രോഗ്രാമിന് വന്നിരുന്നെങ്കിൽ ഇതുപോലെ ഈ പ്രിൻസിപ്പൾ ചെയ്യാൻ ധൈര്യപ്പെടും? ഒരിക്കലും ധൈര്യപ്പെടില്ല. ഓക്കെ, ഈ പ്രിൻസിപ്പൾ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ വേറെ കോസിംഗേഴ്സ് ഒന്നും പാടില്ല, ജാസി ഗിഫ്റ്റ് തന്നെ പാടണം എന്ന് പറഞ്ഞിരുന്നു. അത് ആ സമയത്ത് ജാസി ഗിഫ്റ്റിൻ്റെ ട്രൂപ്പിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സുജിത് ജയരാജ് കൂടെ ഒന്ന് പാടി. അതാണ് പുള്ളിക്കാരിക്ക് ഇത്രയും വീര്യം കെടുത്ത്. ഇത്രയും പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ലയിച്ച് അതിൻ്റെ ഉന്മാദാവസ്ഥയിൽ അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ ആയിട്ട് ഈ പിള്ളേഴ്സ് എല്ലാവരും ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്രിൻസിപ്പൾ ഓടി കയറി ചെന്ന് ഈ മൈക്ക പുള്ളിക്കാരനോട് എന്തെങ്കിലും പിടിക്കുകയൊന്നും ചെയ്യാതെ മേടിച്ച് ഇങ്ങനെ വന്ന് പറയാം. ആ പരിപാടി അവർ നിർത്തിക്കുകയും ചെയ്തു. ഇതിനെ എന്താണ് പറയാൻ? ഒരു കലാകാരനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റാണത്. കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല, പാട്ട് കേൾക്കാനാണ്. നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള 3-4 സോങ്സ് ഞങ്ങൾ പാടും. ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത്. കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല. മൈക്ക് വന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. 2-3 കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റ് ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. കാര്യം വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴും പല കാര്യങ്ങൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഈഗോസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ പല കാര്യങ്ങളായിരിക്കും അതിന്റെ പുറകെയുള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മൾ എപ്പോഴും പാടാൻ പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും, ഞങ്ങളുടെ കോ സിംഗേഴ്സ് കൂടെ കാണും. ഇപ്പൊ സജിൻ
ഈ ജാസി ഗിഫ്റ്റ് ഒരു പ്രൊഫഷണൽ ഗായകൻ കൂടിയാണെന്ന് ഓർക്കണം. ഒരുപാട് സ്റ്റേജ് ഷോസും ഫിലിമിലൊക്കെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണലായിട്ടൊരു ബാൻഡുള്ള ഒരാളാണ്. ഒരു ബാൻഡ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറച്ച് ആളുകൾ വേറെയും ഉണ്ടാവും. അപ്പോൾ കോളേജ് പോലെയുള്ള ഇത്രയും ക്രൗഡായ കുറേ അടിച്ചു പൊളിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ഒരു കോസിംഗർ ഉണ്ടാവും. അത് ഇത്രയും ആളുകളെ മാനേജ് ചെയ്ത് അവർക്ക് അവരുടെ ആ ഒരു പാട്ടിനോടുള്ള ആ ലഹരിയിലേക്ക് ഉന്മാദത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ഇത് ചെയ്യാനായിട്ട് അവരുടെ ഒരു ബാൻഡിലുള്ള ഒരാൾ കൂടെ പാടി എന്നതുകൊണ്ട് എന്താണ് തെറ്റെന്ന് ഇപ്പോഴും എനിക്കും മനസ്സിലായിട്ടില്ല. ഇത് കേൾക്കുന്നത് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. കുറച്ചും കൂടി അത് ആ പരിപാടിക്കോളം കൂടെയല്ലേ ഉള്ളൂ. ജാസി ഗിഫ്റ്റിനും അത് മനസ്സിലായില്ല. അത്രയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കയറി വന്ന് ഒരു ബോധമില്ലാതെ കയറി വന്ന് രാജാണ് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം മുതലേ ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോസിംഗറാണ്, ബാക്കിംഗ് വോക്കൽസ് ഉണ്ട്, കമ്പോസിങ്ങിനിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ആളാണ് സജിൻ ജയരാജ്. അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത്. അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ്. പിന്നെ അവർ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജെന്യുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ട്. കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ, സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിന്റെ ഒരു സംഭവമില്ല. നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ. അറിയാമല്ലോ, ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ഞങ്ങൾ മാത്രമല്ല, ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ്. ആരെയും ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജാസി ഗിഫ്റ്റ് പറയുന്നത് കേട്ടോ സത്യമാണ്. അച്ചടക്കവും ഈ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സ്റ്റുഡൻസിന് കാട്ടിക്കൊടുക്കേണ്ട, മോഡലായി കാട്ടിക്കൊടുക്കേണ്ട അധ്യാപകർ, പ്രിൻസിപ്പളൊക്കെയാണ്. അവരുടെ സൈഡിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇതുപോലെ വൃത്തികെട്ട യാതൊരു തരത്തിലുള്ള ബോധമില്ലായ്മയും അച്ചടക്കില്ലായ്മ തരത്തിലുള്ള ഇങ്ങനെ പെരുമാറ്റം ഉണ്ടായത്. ഇവരൊക്കെയാണ് ഈ കുട്ടികളെ മുഴുവൻ കൺട്രോൾ ചെയ്ത് വളർത്തുന്ന ആൾക്കാർ. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? എന്താ പറയുക, ഈ ഇത്രയും ഒരു അപമാനം നേരിട്ടിട്ടും ഈ ജാസി ഗിഫ്റ്റ് എത്ര മാന്യമായാണ് തനിക്കേറ്റ അപമാനത്തെ മാന്യമായാണ് ആള് പ്രസൻറ്റ് ചെയ്തത്. മാന്യമായിട്ടാണ് അതിനെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത്. അതാണ് മാന്യത. അത് തന്നെയാണ് പ്രിൻസിപ്പൾക്ക്. ആ മാന്യതയാണ് അവിടെ ഇല്ലാതെ പോയത്. അന്ന് ആ പരിപാടി നടക്കുമ്പോൾ ആ സ്റ്റേജിൽ ഒന്ന് ആ കയറി വന്ന അരിശം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ആ പരിപാടി അത്ര നന്നായി പോയേനെ. അനാവശ്യമായ കാര്യത്തിൽ കയറി ഇടപെടേണ്ട, സ്റ്റുഡൻസിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി. പ്രിൻസിപ്പളിൻ്റെ സ്കൂളിലെ കോളേജിലെ സ്റ്റുഡൻസ് അവരുടെ സന്തോഷം, അവരുടെ ഒരു ഡേ ആണത്, അവരുടെ എഫർട്ടാണ് ഒരുപാട് ദിവസത്തെ ആ ഒരു ഡേ, കോളേജ് സെലിബ്രേഷൻ ഡേ. അത് ആ സമയത്ത് പ്രിൻസിപ്പളിന് എന്ത് തോന്നിയിരുന്നെങ്കിലും അതൊന്ന് കൺട്രോൾ ചെയ്ത് അവിടെ ഒതുങ്ങിയിരുന്നെങ്കിൽ ആ ഒരു പരിപാടി അത്രയും പേരുടെ മനസ്സിന് സന്തോഷം നിറഞ്ഞ് എൻജോയ് ചെയ്ത് അവിടെ തീരുമായിരുന്നു. പക്ഷെ അതിന് നിൽക്കാതെ സ്പോട്ടിൽ കയറിപ്പോയി ഇതുപോലെ പോയി യാതൊരു തരത്തിലുള്ള അച്ചടക്കവും ഇല്ലാതെ, മാന്യതയില്ലാതെ, വിവരമില്ലാതെ, വിവരക്കേടിൻ്റെ പ്രതീകമായി കയറി ഇതുപോലെ മൈക്ക് പിടിച്ചു വാങ്ങിയുള്ള ആക്രമണവും കാര്യങ്ങളും അപമാനിക്കലൊക്കെ വളരെ മോശമായിപ്പോയി. എന്തായാലും വളരെ മോശമായി, അത്രയുള്ളൂ പറയാൻ. ടീച്ചേഴ്സ്, പ്രിൻസിപ്പള് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കുട്ടികളുടെ പൾസ് അറിയുന്നവരായിരിക്കണം, അവരുടെ വൈബ് അറിയുന്നവരായിരിക്കണം. അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടമില്ലായ്മ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. അവരുടെ ചില കുട്ടികൾക്ക് ഒരുപാട് വിഷമമുള്ളവരുണ്ടാവും, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാവും. അങ്ങനെ എല്ലാതും അറിയാനുള്ളൊരു കഴിവുള്ളവരായിരിക്കണം, അറിയാൻ ശ്രമിക്കുന്നതായിരിക്കണം. അതാണ് യഥാർത്ഥ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പള് എന്നൊക്കെ പറയുന്നത്. ഈ പ്രിൻസിപ്പളിനെ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുത്തണമെന്നേ അറിയില്ല നമുക്ക്. ഇവരൊക്കെയാണ് ഒരു കോളേജ് കൺട്രോൾ ചെയ്ത് പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര മോശം. ഇവിടെ ഒരു പെയ്ഡ് പെർഫോമൻസ് പാടില്ലെന്നുള്ള ഓർഡർ ഉണ്ട്.
സാർ മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നുള്ള ഈ ഉറപ്പിലാണ് പിള്ളേർക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അത് പിള്ളേർ ലംഘിച്ചു, കോളേജിനെ ഇവിടെ നിർത്തണോ. അപ്പോൾ ഇതാണ് സംഭവം. ഈ കോളേജ് ഡേ സെലിബ്രേഷനൊക്കെ വേണ്ടി ആ ഒരു ദിവസത്തിന് വേണ്ടി അവിടുത്തെ സ്റ്റുഡൻസ് അവരുടെ മെൻ്റലിയും ഫിനാൻഷ്യലിയും ഫിസിക്കലൊക്കെ ഒരുപാട് ഓടി നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഡേക്ക് വേണ്ടി ആ ദിവസത്തെ ഒരു പ്രോഗ്രാം അത് അടിപൊളിയാക്കാൻ വേണ്ടി അവരൊക്കെ കിടന്ന് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് അവർ ആ ഒരു ദിനത്തിലേക്ക് എത്തിക്കണത്. ആ ഒരു ദിനത്തിൻ്റെ ആ സമയത്തുള്ള ഒരു സന്തോഷം, അവരുടെ ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി അത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അത് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവരുടെ പ്രിൻസിപ്പൾ ഇല്ലാതാക്കിയത്. ഒരു ഏതെങ്കിലും നല്ല പ്രിൻസിപ്പളിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റേജിൽ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ വെച്ചിട്ട് അത് പറയാം. അല്ലയോ അവിടെ പറയേണ്ട ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ അവർക്ക് പറയാം. അവരത് പറഞ്ഞില്ല. കുറച്ചുകൂടി സഭ്യമായ രീതിയിലൊക്കെ പെരുമാറായിരുന്നു എന്ന് ജാസി ഗിഫ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഈ പറയണ പോലെ ഇതിനെ ആ ഒരു ദിവസം ആ കോളേജ് ഡേ അത് ഇതുപോലെ കൊളാക്കിയതിൻ്റെ പേരിൽ അവിടുത്തെ കുട്ടികൾ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ പ്രിൻസിപ്പളിനെതിരെ സമരം ചെയ്യലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ആ ദിവസം തന്നെ ഇല്ലാണ്ട് ഇപ്പം എന്തുണ്ടായി? വല്ല കാര്യമുണ്ടോ? ഇത് അവിടെ അടിച്ച് പൊളിച്ച് അവർ എത്ര സന്തോഷമായിട്ട് മാറി പോകേണ്ട ഒരു ദിവസമായിരുന്നു. ഒരു നല്ലൊരു ദിവസമാണ് ആ പ്രിൻസിപ്പൾ കാരണം ഇങ്ങനെയാക്കിയത്. ഇത് ഈ പറയണ ജാസി ഗിഫ്റ്റിനെ വിളിച്ച് ഒരു പ്രോഗ്രാമിന് കൊണ്ടുവന്ന് അതുപോലെ അവർ കൊടുത്തില്ല. ആ പുള്ളിനെ കൂടി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു വല്ലാത്തൊരവസ്ഥയായി. എന്താ പറയുക, നമ്മുടെ ഒരു ചില ആളുകളുണ്ടല്ലോ, അവർക്ക് വേറൊരാൾ ഒരു കോസിങ്ങോട് പാടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സ്പോട്ടിൽ കയറി വന്ന് ആ പരിപാടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആ പരിപാടിക്ക് മുന്നേ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പറയാം. ഇതൊന്നും ചെയ്യാതെ സ്പോട്ടിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പളിന് എന്താ പാട്ട് എൻജോയ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇല്ലേ? ആ പരിപാടി അവിടെ മൈക്ക് മേടിച്ച് ഇത്രയും പ്രശ്നങ്ങളാക്കി പരിപാടി നിർത്തിച്ചു. പിന്നെ ജാസി ഗിഫ്റ്റ് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ പ്രോഗ്രാം അവിടെ തീർന്നു, അവസാനിച്ചു. കുട്ടികളെല്ലാവരും ചേർന്ന് ഇതിനെതിരെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ. ഇങ്ങനെയൊരു സംഭവം എന്താ പറയുക, ഇനി ഉണ്ടാകാതിരിക്കട്ടെ. കലാകാരന്മാർ അവർ ചെറുതോ വലുതോ ഏറ്റവും ടോപ്പിലിരിക്കുന്നവരോ മിഡിലിരിക്കുന്നവരോ ഒന്നുമില്ല, എല്ലാവരും കലാകാരന്മാരെ അംഗീകരിക്കാൻ പഠിക്കുക. മറ്റുള്ളവർക്ക് ഇല്ലാത്ത കഴിവ് വേറൊരാളിൽ കാണുമ്പോൾ അതിൽ കുശുമ്പോ അസൂയം തോന്നാതെ അതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പഠിക്കുക. അവരെ വന്ദിച്ചില്ലേലും നിന്ദിക്കാതിരിക്കുക ദയവ് ചെയ്ത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ടോക്കായിട്ട് ഇനി കാണുമ്പോഴേക്കും താടിയും പൊട്ടും ടോക്സ്. ബൈ.